ശ്രീ കരാർ യു.ഡി.എഫിന് രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എൽ.ഡി.എഫ് ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് യു.ഡി.എഫ് സർക്കാരിന്റെ വാദം കേന്ദ്ര സർക്കാർ തന്നെ തള്ളിയതാണെന്ന് ആണ് യു.ഡി.എഫിനെ കുരുക്കിലാക്കിയത്. കരാറിൽ നിന്ന് പിന്മാറുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്ന ലീഗ് നേതൃത്വത്തിന്റെ നിലപാടും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുകയാണ്. കേന്ദ്ര നിലപാട് വ്യക്തമായതോടെ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് കൂടുതൽ വൈകിയേക്കും. സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിപക്ഷവും നീക്കം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ നമ്മളുമായി ചേരുന്നതായിരിക്കും. അരുൺ, ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധി യു.ഡി.എഫ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കരകടക്കാൻ എന്തു മാർഗമായിരിക്കും ആവിഷ്കരിക്കാൻ പോവുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അരുൺ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ, മുന്നണിക്കെതിരെ യു.ഡി.എഫിന്റെ ഭാഗത്തുണ്ടായ വിഷയമാണത്. രാഷ്ട്രീയ തിരിച്ചടിയായ എൽ.ഡി.എഫ് സർക്കാർ തെരഞ്ഞെടുപ്പിൽ പോലും മാറിയ വിഷയമാണ് PMC കരാർ ഒപ്പിടൽ. PMC കരാർ ഒപ്പിട്ടത് BJPയുമായുള്ള സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ CPI ബന്ധം തെളിവായാണെന്ന് യു.ഡി.എഫ് ഉയർത്തിക്കാട്ടിയത്. ഒരു കാരണവശാലും ആ കരാറുമായി മുന്നോട്ട് പോകില്ല. യു.ഡി.എഫ് സർക്കാർ വന്നാൽ ആ കരാർ റദ്ദാക്കുമെന്ന അവകാശവാദം പല നേതാക്കളും നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ, മുൻ നിലപാടിൽ നിന്ന് യു.ഡി.എഫ് കടകം മറിയുകയാണെന്ന വിമർശനം ഉയർന്നു വന്നപ്പോൾ ഒരു ഉപസമിതിയെ സർക്കാർ ക്യാബിനറ്റ് ഉപസമിതിയെ നിയോഗിച്ചു. ആ ഉപസമിതി റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ്. അതിനിടെയാണ് ഇന്നലെ കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടുമായി കേന്ദ്രം വരുന്നു. PMC കരാറിൽ നിന്ന് ആർക്കും പിന്മാറിയാൽ അതിൻ്റെ PMCയുമായി ബന്ധപ്പെട്ട ഫണ്ട് ലഭിക്കില്ല എന്ന് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി, അതും ലീഗ് നേതാവിന് രാജ്യസഭയിൽ നൽകിയ മറുപടി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ, യു.ഡി.എഫിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ തിരിച്ചടി വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ യു.ഡി.എഫിൻ്റെ കക്ഷിയോഗം, യു.ഡി.എഫ് സംസ്ഥാന നേതൃയോഗം ഈ വിഷയം ചർച്ച ചെയ്തുവെന്ന് കൺവീനർ പറഞ്ഞു. അത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ലീഗ് നേതാവ് P. കുഞ്ഞാലിക്കുട്ടിയെ പോലെ ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ കരാറിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നൊരു സൂചന ഇന്നലെ നൽകി. അതോടുകൂടിയാണ് യു.ഡി.എഫിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വിരുദ്ധാഭിപ്രായങ്ങൾ പുറത്തു വന്നത്. അതിനുശേഷം ഘടകം പൂർണ്ണമായും ഈ നിലപാടിൽ നിന്ന് മാറി യു.ഡി.എഫ് കൺവീനർ രംഗത്ത് വന്നു. ഏതായാലും വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി യു.ഡി.എഫിൽ മാറുകയാണ്. PMC കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് ലീഗ് സ്വീകരിക്കും. നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്രൈം ഡിബേറ്റ് സംസാരിക്കുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളുമൊക്കെ അങ്ങനെ കരാറുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അതിശക്തമായ സമരം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുമുണ്ട്. അതായത് കോൺഗ്രസിലെ യു.ഡി.എഫിനുള്ളിൽ തന്നെ ഇത് വലിയൊരു കലാപമായി മാറാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ, PMCയുമായി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നം യു.ഡി.എഫിനുള്ളിൽ തന്നെ ഉണ്ടാകും. പ്രതിപക്ഷമാകട്ടെ ഇതിൽ വലിയ രാഷ്ട്രീയ കാണുന്നുണ്ട്. കാരണം ആ രീതിയിൽ പ്രതിപക്ഷത്തെ, കഴിഞ്ഞ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയ വിഷയമാണ്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കിയ വിഷയമാണ്. അത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ സംഘപരിവാർ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നു, കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ശക്തമായി തന്നെ ഉയർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. യു.ഡി.എഫിന് വലിയൊരു രാഷ്ട്രീയ കുരുക്കായി മാറുകയാണ് PMC കരാറുമായുള്ള മുന്നോട്ട് പോക്ക് എന്നതാണ് വസ്തുത. എങ്ങനെ ഇത് പരിഹരിക്കുമെന്നാണ് അറിയേണ്ടത്. കരാറുമായി മുന്നോട്ട് പോകാതെ തരവില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. യു.ഡി.എഫ് കൺവീനർ ആദ്യം അത് പറഞ്ഞു, പിന്നീട് മാറ്റി പറയുന്നു. എന്നാൽ ലീഗ് ഇപ്പോൾ നിലപാട് മാറ്റുകയാണ്. കരാറിൽ നിന്ന് പിന്മാറേണ്ടി വരും. ഇന്നലെ റോജി M. ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. നേരത്തെ കേന്ദ്രത്തിന് ഇത്തരമൊരു നിലപാടില്ലായിരുന്നു. കരാറുമായി ബന്ധപ്പെട്ട് പിന്മാറാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ്, അറിവ് തന്നെയാണ് തങ്ങൾക്കുമുള്ളത്. പക്ഷേ ഇങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഒന്നുകൂടി ഉപസമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. ഉപസമിതി റിപ്പോർട്ട് ഒരു യോഗത്തിന് ശേഷം അന്തിമ റിപ്പോർട്ടാക്കാനായിരുന്നു ഉപസമിതി തീരുമാനിച്ചത്. പക്ഷേ ഇനി അത് സാധ്യമല്ല. കാരണം കേന്ദ്രത്തിൻ്റെ പുതിയ നിലപാട് കൂടി പരിഗണിച്ച് എങ്ങനെ ഇതിൽ പിന്മാറാമെന്ന നീക്കങ്ങളിലേക്ക് കോൺഗ്രസിന്, യു.ഡി.എഫിന്, സർക്കാരിന് കടക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് വലിയ മുന്നണിയിൽ വലിയ തർക്കങ്ങൾക്ക്, വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷമാകട്ടെ അതിശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ വിഷയത്തിൽ. അതെ, PMCയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് യു.ഡി.എഫ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. വി അരുണാണ് നമ്മളുമായി വാർത്തകളുമായി നമ്മുടെ കൂടെ ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.